പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ പ്രസ്താവനയുടെ പേരിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന് പരസ്യ താക്കീത്. കൃഷ്ണദാസിന്റെ പരാമർശം പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന തോന്നലുണ്ടാക്കിയെന്ന് വിലയിരുത്തിയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. UDF സ്ഥാനാർത്ഥി കള്ളപ്പണം എത്തിച്ചെന്ന പ്രചാരണം LDF നടത്തുന്നതിനിടെയായിരുന്നു അതിന് വിരുദ്ധമായിട്ടുള്ള കൃഷ്ണദാസിന്റെ പ്രസ്താവന. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നം ചർച്ച ചെയ്യാൻ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം, പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം, തൊഴിലാളി, കൃഷിക്കാരൻ, ദരിദ്രൻ, പട്ടികജാതിക്കാർ, അവരുടെ ജീവിതമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതാണ് ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടി മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി ആയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്ത് വേണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPIM നേതാക്കളും ഇടതുമുന്നണിയും പെട്ടി വിവാദം ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തവെയാണ് കൃഷ്ണദാസിന്റെ ഈ പ്രസ്താവന വരുന്നത്. അതുവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുറകിലായിരുന്ന UDF അത് ഏറ്റുപിടിച്ചു. CPIM നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടെന്ന പ്രചാരണം നടത്തി. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉൾപ്പെടെ അത് പ്രതിഫലിച്ചെന്ന വിലയിരുത്തലിലാണ് കൃഷ്ണദാസിനെ CPIM പരസ്യമായി താക്കീത് ചെയ്യുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രതികരിച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് NN കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടും തിരുത്താതിരുന്ന NN കൃഷ്ണദാസ് അവിടം കൊണ്ടും നിർത്തിയിരുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകരെ ഇറച്ചിക്കടയ്ക്ക് മുന്നിലെ പട്ടികളോട് ഉപമിച്ചതും വലിയ വിമർശനം നേരിട്ടു. NN കൃഷ്ണദാസിന്റെ പെരുമാറ്റത്തെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സമ്മേളനങ്ങളിലും അംഗങ്ങൾ വിമർശിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് പരസ്യമായി ശാസിച്ചുകൊണ്ടുള്ള CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. കുറെ കാലത്തിനു ശേഷമാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു അംഗത്തെ പരസ്യമായി താക്കീത് ചെയ്യുന്ന കടുത്ത നടപടി CPIM എടുക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.